ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. എന്താണ് തിരുവചന അധിഷ്ഠിത പ്രവചനം? ആരാണ് കള്ളപ്രവാചകന്മാർ എന്ന തിരുവചന ധ്യാന പരമ്പരയുടെ 4-ാമത് അധ്യായത്തിലേക്ക് നമ്മൾ ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രവേശിക്കുകയാണ്. ഒരു രാഷ്ട്രത്തോട് ഒരു വ്യക്തിക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യം, ഒരു രാജ്യത്തോട് ഒരു വ്യക്തിക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് രാജ്യദ്രോഹക്കുറ്റം. അതുകൊണ്ട് തന്നെ പ്രസ്തുത കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് ആ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെയായിരിക്കും അതത് രാഷ്ട്രങ്ങൾ നൽകുക. മിക്കവാറും രാജ്യങ്ങളെല്ലാം തന്നെ രാജ്യദ്രോഹ കുറ്റത്തിന് മരണശിക്ഷയാണ് നൽകാറുള്ളത്. ഒരു രാജ്യത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായി ചെയ്യുന്ന പ്രവർത്തികളെ രാജ്യദ്രോഹ കുറ്റമായി പരിഗണിക്കുന്നു. ഉദാഹരണമായി ഭീകര പ്രവർത്തനങ്ങൾ, ബോംബ് സ്ഫോടനങ്ങൾ, രാജ്യത്തിൻ്റെ അസ്തിത്വത്തെ തകർക്കുന്ന പ്രസംഗങ്ങൾ, സംഘാടനം തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ പരിധിയിൽപ്പെടും. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി കലാപം ചെയ്യൽ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം ചെയ്യൽ എന്നിവ വരെ ഇതിലുൾപ്പെടും. ഇതുപോലെ തന്നെ ദൈവരാജ്യത്തോട് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യം ദൈവം പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് ജനത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൂടെയാണെന്ന് പറയാം. കാരണം അത്തരം കാര്യങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുവാൻ കഴിയും. ദൈവത്തോട് ചെയ്യുന്ന അത്തരം കുറ്റകൃത്യങ്ങളെ, ദൈവരാജ്യത്തോട് ചെയ്യുന്ന അത്തരം കുറ്റകൃത്യങ്ങളെ നമുക്ക് വേണമെങ്കിൽ ദൈവരാജ്യദ്രോഹ കുറ്റമെന്ന് ഒരു പഠനത്തിന് വേണ്ടി വിളിക്കുവാൻ സാധിക്കും. ഇവിടുത്തെ കള്ളപ്രവാചകന്മാരും ദുരുപദേശകന്മാരുമെല്ലാം കാലങ്ങളായി ചെയ്യുന്നതും അതുതന്നെയാണ്. പ്രത്യക്ഷത്തിൽ നന്മയെന്ന് തോന്നുന്ന പല പ്രവാചക ദൂതുകൾക്ക് പുറകിലും ജനത്തെ വഴിതെറ്റിക്കുക എന്ന ഒരു ലക്ഷ്യമുണ്ട് എന്ന കാര്യം നാം മറന്നു പോകരുത്. ചില ദൂതുകളൊക്കെ കേട്ടാൽ പ്രത്യക്ഷത്തിൽ നമ്മുടെ നന്മയ്ക്കാണെന്ന് തോന്നുമെങ്കിലും ആത്യന്തികമായി അത് ജനത്തെ വഴിതെറ്റിക്കാനുള്ളതായിരിക്കും. പഴയ നിയമ തിരുവെഴുത്തുകളിൽ നിന്നും ധാരാളം ഉദാഹരണങ്ങൾ നമുക്കതിനെ കാണുവാൻ കഴിയും. ഇരമ്യാ പ്രവചനം 27-ാം അധ്യായം നമ്മൾ വായിച്ചു തുടങ്ങിയാൽ, അക്ഷരിക ഇസ്രായേൽ ജനതയ്ക്ക് ഏതാണ്ട് 70 വർഷം നീളുന്ന ബാബേൽ പ്രവാസം ദൈവം നിയമിച്ചതായിരുന്നു. ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ദൈവജനത്തെ ഏൽപ്പിച്ചതായിരുന്നു. അതെന്തിനായിരുന്നു ചോദിച്ചാൽ അത് അവരുടെ ഒരു മടങ്ങി വരവിനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ അവർക്കിടയിൽ എഴുന്നേറ്റ ഹനന്യാവ്, ആഹാബ്, സിദെക്കീയാവ് എന്നിങ്ങനെയുള്ള ചില പ്രവാചകന്മാർ അവരുടെ പ്രവാസം വളരെ വേഗത്തിൽ തീരുമെന്ന് പറഞ്ഞ് ജനത്തെ വഴിതെറ്റിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവം അവർക്ക് എതിരായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും ഇവരുടെ 70 വർഷത്തെ പ്രവാസം അവരുടെ നാശത്തിന് വേണ്ടി ആയിരുന്നില്ല. അവരെ ശരിയായ രീതിയിൽ മാനസാന്തരപ്പെടുത്തി ദൈവജനത്തെ അല്പം കൂടി പക്വതയുള്ള ഒരു തലമുറയാക്കി മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു ആ പ്രവാസം അനുവദിച്ചതെങ്കിലും അവിടെ ഇറങ്ങിയ പ്രവാചകന്മാർ ജനത്തെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചു. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഇരമ്യാ പ്രവചനം 27-ാം അധ്യായം അത് മൊത്തം വായിക്കേണ്ടതാണ്. ഞാൻ 14 മുതലൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അവർ ഭോഷ്കത്രേ നിങ്ങളോട് പ്രവചിക്കുന്നത്. ഞാൻ അവരെ അയച്ചിട്ടില്ല, എങ്കിലും ഞാൻ നിങ്ങളെ നീക്കിക്കളയുവാനും നിങ്ങളും നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരും നശിച്ചു പോകുവാനും തക്കവണ്ണം അവർ എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ ഞാൻ പുരോഹിതന്മാരോടും ഈ സകല ജനത്തോടും പ്രസ്താവിച്ചതെന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയുടെ ആലയം വക ഉപകരണങ്ങൾ ഇപ്പോൾ ക്ഷണത്തിൽ ബാബേലിൽ നിന്നും തിരികെ കൊണ്ടുവരും എന്നിങ്ങനെ പ്രവചിക്കുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അവർ ഭോഷ്കത്രേ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം ദൈവജനത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ഭയഭ്രാന്തി സൃഷ്ടിക്കുവാൻ വേണ്ടി ഈ പ്രവാചകന്മാർക്ക് കഴിഞ്ഞു. എന്നാൽ യഹോവ പറയുന്നത്, ഞാൻ അവരെ അയച്ചിട്ടില്ല, ഞാൻ അവരെ അറിയുന്നുമില്ല. കാരണം അവർ ഭോഷ്കത്രേ നിങ്ങളോട് സംസാരിക്കുന്നത്, അവർക്ക് ചെവി കൊടുക്കരുത്. അപ്പം പ്രത്യക്ഷത്തിൽ അവർക്ക് പെട്ടെന്നൊരു വിടുതൽ ഉണ്ടാകുമെന്നായിരുന്നു ഈ 3 പ്രവാചകന്മാർ പ്രവചിച്ചതെങ്കിലും ഇതൊരിക്കലും അവർക്കത് അങ്ങനെ പെട്ടെന്നൊരു വിടുതൽ കൊടുത്താൽ അവരൊരിക്കലും ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വരികയില്ല എന്ന് മുൻകൂട്ടി കണ്ട മഹാദൈവം
ഇവർക്ക് വേണ്ടി 70 വർഷം നീണ്ട ഒരു പ്രവാസം അനുവദിച്ചതായിരുന്നു. എന്നാൽ ഈ പ്രവാചകന്മാർ എല്ലാവർക്കും ഇപ്പോഴും നന്മ കേൾക്കുന്നത് വലിയ ഇഷ്ടമാണല്ലോ. ഈ നന്മ എന്ന രൂപത്തിൽ ആ ജനത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു ദൂതാണ് പറഞ്ഞത്. എന്നാൽ അത് ജനത്തിന് വലിയ പ്രയാസങ്ങൾക്കൊക്കെ കാരണമായിത്തീർന്നു. ഇരമ്യാ 29 അധ്യായം 10 വാക്യം തൊട്ട് നമ്മൾ വായിച്ചാൽ ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോട് എൻ്റെ വചനം നിവൃത്തിയാകുകയുള്ളൂ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. സംഭവം ഇതാണ്: അവർക്കെല്ലാം എഴുന്നേറ്റ് ആ പ്രവാചകന്മാർ അവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു, അവരെ അങ്ങനെ മത്സരഗ്രഹമാക്കുവാൻ ശ്രമിക്കുന്നു. അവരെ പറ്റിയാണ് ഈ പറയുന്നത്. എന്നാൽ ദൈവം ഒരിക്കലും അവരെ പ്രവാസത്തിന് അയച്ചത് അവരുടെ തിന്മയ്ക്ക് വേണ്ടി ആയിരുന്നില്ല, അവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. ഇവരുടെ ഭാവിയെപ്പറ്റി പിന്നീട് നമുക്ക് ഇരമ്യാ 29 അധ്യായത്തിൽ വായിക്കാം. അതുകൊണ്ട് ഞാൻ യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് അയച്ചിരിക്കുന്ന സകല പ്രവാസികളുമായുള്ളവരെ, നിങ്ങൾ യഹോവയുടെ വചനം കേൾപ്പീൻ. എൻ്റെ നാമത്തിൽ നിങ്ങളോട് ഫോഷ്ക്ക് സംസാരിക്കുന്ന കോലാവിൻ്റെ മകനായ ആഹാബിനെയും മയസേയാവിൻ്റെ മകനായ സിദക്യാവിനെക്കുറിച്ചും ഇസ്രയേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ അവരെ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങൾ കാണുക അവൻ അവരെ കൊന്നുകളയും. ചുരുക്കം പറഞ്ഞാൽ ഈ പ്രവാചകൻ ഈ ജനത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച ഈ പ്രവാചകന്മാർ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കയ്യാൽ വധിക്കപ്പെട്ടു. അപ്പം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുവാൻ ശ്രമിച്ച ഈ പ്രവാചകന്മാരെ ദൈവം മരണവിധിക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു വരാൻ വേണ്ടിയുള്ള കാരണം, പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ വരുന്ന ചില പരിശോധനകൾ അല്ലെങ്കിൽ ദുഃഖകരമായ അനുഭവങ്ങൾ, ഇതൊക്കെ പെട്ടെന്ന് നീളുമെന്ന്, അല്പം പെട്ടെന്ന് ഒരു സാമ്പത്തിക പ്രയാസം വരികയോ ഒരു രോഗം വരികയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മുടെ അടുത്ത് അല്പം സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയൊക്കെ വരുന്ന പ്രവാചകന്മാർ അവർ ഓടി വന്ന് പെട്ടെന്ന് നിങ്ങളുടെ രോഗം മാറും, പെട്ടെന്ന് നിങ്ങൾക്ക് ഏക്കറാണെങ്കിൽ തോട്ടം മേടിക്കും, നിങ്ങളുടെ വ്യാപാരം അഭിവൃദ്ധിപ്പെടും എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ ദൈവം അത് അനുവദിച്ചതായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ആ ഒരു ദോഷം ദൈവം നിങ്ങളുടെ ഒരു നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ബൈബിൾ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മയെ വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു. അപ്പം ഇതിൻ്റെ ആദിയിൽ തന്നെ അതിൻ്റെ അവസാനവും അറിയുന്ന ദൈവം ചിലപ്പം നിങ്ങൾക്ക് ആ സങ്കടകരമായ സാഹചര്യങ്ങൾ അനുവദിച്ചതാണെങ്കിൽ കൂടി പലപ്പോഴും നമുക്കിടയിൽ കടന്നു വരുന്ന, നുഴഞ്ഞു കയറി വരുന്ന, കർത്താവ് അയക്കാതെ ദൈവം അയക്കാതെ, പലപ്പോഴും ഞാൻ പിന്നെയും ആ പദപ്രയോഗം പറയുന്നതിൽ ശ്രമിക്കണം, നമ്മുടെ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞ പോലെ ഒരു ഗുമ്മിന് വേണ്ടിയൊക്കെ തട്ടിവിടുന്ന, ഒത്താനൊക്കട്ട് കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള തരത്തിലൊക്കെ തട്ടിവിടുന്ന ഈ പ്രവാചകന്മാർ പലപ്പോഴും നൂറുകണക്കിന് ആയിരക്കണക്കിന് വ്യക്തികളെ, കുടുംബങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ആത്യന്തികമായി നമ്മുടെ രോഗം മാറേണ്ടത് ആവശ്യമാണ്, നമ്മുടെ സാമ്പത്തിക കടഭാരങ്ങളൊക്കെ മാറേണ്ടത് ആവശ്യമാണ്, നമുക്ക് എല്ലാവരും അഭിവൃദ്ധി വരേണ്ടത് ആവശ്യമാണ്. പക്ഷേ അതിനെല്ലാം ഉപരിയായി ഇതൊന്നും ലഭിച്ചില്ലെങ്കിലും ആത്യന്തികമായി നമ്മുടെ നിത്യതയ്ക്കാണ് പ്രാധാന്യം. നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ നഷ്ടമാകുകയും ചെയ്താൽ അവനെന്ത് പ്രയോജനം? അപ്പോൾ നമ്മുടെ ആത്മാവ് നഷ്ടമാകാതിരിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മളെ ചിലപ്പോൾ ശോധനകളിൽ കൂടി കടത്തിവിടും. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് പ്രവാചകന്മാരുടെയൊക്കെ വാക്ക് കേട്ട്, അതുകൊണ്ടാണ് പലപ്പോഴും ഞാനൊക്കെ പറയാറുണ്ട്, നമ്മുടെ സഭയിലെ ശുശ്രൂഷന്മാരുടെയൊക്കെ അനുമതി ഇല്ലാതെ കടന്നു വരുന്ന പ്രവാചകന്മാരെ ഒന്നും നമ്മൾ കൂടുതൽ അടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രിയരെ, സകലതും മുന്നേ അറിയുന്ന ഈ മഹാദൈവം നമുക്ക് നന്മ മാത്രമേ ചെയ്യുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായിട്ടാണ് കൂടിയാവരിക്കുന്നത്. എന്നാൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെ ഈ കഷ്ടത മാറേണ്ടത് ആവശ്യമാണെങ്കിലും നമ്മുടെ പെട്ടെന്ന് കഷ്ടത മാറും, അനുഗ്രഹം ഉണ്ടാകും എന്നൊക്കെ പറയുന്ന പ്രവാചകന്മാരെ നമ്മൾ അല്പം കൂടിയൊക്കെ ശോധന ചെയ്ത് വേണം അവരെയൊക്കെ ഉൾക്കൊള്ളുവാൻ. നമ്മുടെ ധനമൊക്കെ അവർ ഒരു പക്ഷെങ്കിൽ റാഞ്ചിക്കൊണ്ട് പോകും.
പലപ്പോഴും അതങ്ങനെയാണ്, ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും. നിങ്ങളുടെ സ്ഥലത്തെ ദേവദാസനോട് പറയണ്ട, നമുക്കൊരു 3 ദിവസം ആരും അറിയാൻ പ്രാർത്ഥന വെക്കാം. അതൊന്നും ഒരിക്കലും ഒരു നല്ല ഒരു പരിപാടിയായിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ സ്നേഹം കൊണ്ടല്ല. സ്ഥലത്തെ ദേവദാസൻ അറിയണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റർ അറിയണ്ട, നമുക്ക് 3 ദിവസം രഹസ്യമായി ഈ പൂജയൊക്കെ നടത്തുന്ന പോലെ ഉപവാസ പ്രാർത്ഥന വെച്ചേക്കാമെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ പണം കുറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയാണെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ദൈവം അയക്കാത്ത ഒരു പ്രവാചകനും നിങ്ങളുടെ ഭവനത്തിൽ വരാതിരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.